ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ അപ്പുവും ചിത്രയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പുവിന്റെ സങ്കടമൊക്കെ കണ്ടിട്ട് ചിത്രയ്ക്ക് സഹിക്കുന്നില്ല. ചിത്ര പറയുന്നുണ്ട്, മോനെ, പൂജയ്ക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ പിന്നെ എന്തിനാ അവളെ കുറിച്ച് ആലോചിക്കുന്നത്? അവളെ നീ മറന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പുവിന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും പൂജ ആയില്ല എന്നുള്ള രീതിയിൽ അപ്പു ചിത്രയോട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഈ സങ്കടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ദീപു അങ്ങ് കയറി വരികയാണ്. ദീപു വന്നതും, മോനെ അപ്പു, നീ അച്ഛനോട് ക്ഷമിക്കടാ, അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി. പങ്കജ് കുറച്ച് പണമൊക്കെ തന്നപ്പം അച്ഛൻ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോയതാണ്. അതുകൊണ്ടാണ് നീയും പൂജയും തമ്മിൽ തെറ്റാനുള്ള കാര്യമൊക്കെ നടന്നതും എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഒരു കുറ്റസമ്മതം നടത്തുമ്പോഴത്തേക്കിനും ദീപുവിൻ്റെ നേരെ കലിപൂണ്ട് ചെല്ലുകയാണ് അപ്പു. അതെ, നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ്. നിങ്ങൾ അന്ന് ആ സ്നേഹയുടെ കാര്യം ഇവിടെ നിന്ന് സംസാരിച്ചില്ലേ, അതിനുശേഷമാണ് പൂജ എന്നോട് ഈ അകൽച്ചയൊക്കെ കാണിച്ചതെന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോൾ ദീപു പറയുന്നുണ്ട്, മോനെ, ഇനി അച്ഛൻ പറ്റിപ്പോയ തെറ്റുകൾ അച്ഛൻ തന്നെ തിരുത്തിക്കോളാം. മോനെ ഇനി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അച്ഛൻ പൂജയെ കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ അപ്പുവിന് ഒരുവിധ ആശ്വാസമായി. അച്ഛൻ ചെയ്തു പോയ തെറ്റുകൾ അച്ഛനായിട്ട് തന്നെ തിരുത്താന്ന് പറഞ്ഞല്ലോ. ആ ഒരു ആശ്വാസത്തില് അപ്പു അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ സുമിത്രയാണെങ്കിൽ നമ്മുടെ ശീതളിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അനിരുദ്ധ അങ്ങോട്ട് വന്നു. അനിരുദ്ധ വന്ന പാടെ അനിരുദ്ധിനോട് പറയുന്നുണ്ട്, മോനെ, നമ്മള് പൂജയുടെ കാര്യത്തില് സോറി കേട്ടോ, ശീതളിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കണ്ടേ? ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സച്ചിനും ശീതളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ പോവില്ലല്ലോ. അവന് പറ്റിയ തെറ്റുകൾ അവൻ തിരുത്താൻ തയ്യാറാണെങ്കിൽ ഇവർ തമ്മിലുള്ള ജീവിതം നമുക്ക് റെഡിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് അമ്മയും മോനും കൂടെ ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ ജീവിതം നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം അല്ലേ അമ്മേ? അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അതുമാത്രമല്ല, അച്ഛൻ ഇവിടുന്ന് തിരികെ US പോകുന്ന സമയത്തും എന്നോട് പറഞ്ഞായിരുന്നു ശീതളിന്റെ കാര്യത്തിൽ പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ വേണമെന്ന്. അതുകൊണ്ട് അവളുടെ ജീവിതം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അനിരുദ്ധ് ശീതളിന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പം എന്താ, ശീതളാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. അത് കഴിക്കാനായിട്ട് അവൾക്ക് ഒട്ടും മനസ്സേ ഇല്ല. നമ്മുടെ സരസ്വതി അമ്മയാണല്ലോ ശീതളിന്റെ കൂടെ ഇപ്പൊ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയുടെ കുത്തുവാക്കുകളൊക്കെ കേട്ട് ശീതൾ ആകെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പം അനിരുദ്ധ അടുത്തേക്ക് ചെന്നു, മോളെ, എന്താ പറ്റിയേ? എന്താ നിനക്ക് ഇത്ര സങ്കടമെന്ന് ചോദിച്ച് ശീതളിന്റെ അടുത്ത് പോയിരുന്ന്, അപ്പം ഏട്ടൻ എത്ര കാലമായി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നും പറഞ്ഞ് ശീതളാണെങ്കിൽ തൻ്റെ ചേട്ടനോട് സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പം മോൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഏട്ടനോട് സംസാരിക്കാമല്ലോ. എന്താ എൻ്റെ മോളുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം, ഏട്ടാ, ഞാൻ സച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് സച്ചിൻ്റെ അടുത്ത് നിന്നും പിരിഞ്ഞു നിൽക്കുമ്പം ഒരുപാട് സങ്കടം വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ശീതളാണെങ്കിൽ അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എല്ലാം അനിരുദ്ധിനോട് തുറന്നു പറയുക. മോളെ, നീ ഒന്നുകൊണ്ട് ഓർത്ത് വിഷമിക്കേണ്ട. അമ്മയും അതുപോലെ നിന്റെ ഏട്ടനും ഒക്കെ നിന്റെ കൂടെ ഇപ്പം ഇല്ലേ? സച്ചിന് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും അതെല്ലാം നമുക്ക് ചികിത്സിച്ച് മാറ്റാമെന്നും ഉള്ള ഒരു വാക്ക് അത് നമ്മുടെ അനിരുദ്ധ കൊടുക്കുകയാണ്. അപ്പൊ ശീതളിന് പകുതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആയി. ഇനി എൻ്റെ മോള് ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ് ഏട്ടൻ തൻ്റെ അനുജത്തിക്ക് പുള്ളിക്കാരൻ്റെ കൈകൊണ്ട് തന്നെ വാരി കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് സുമിത്ര അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴത്തേക്കിനും ശീതളിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക. വർഷങ്ങൾക്ക് ശേഷം തന്റെ ആങ്ങളെ തനിക്ക് ആഹാരം വാരി തരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു ഹാപ്പി മൂമെന്റ് അവിടെ നടക്കുമ്പോൾ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സരസ്വതി അമ്മയാണ്. അമ്മ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര അങ്ങോട്ട് വരികയാണ്. അപ്പൊ സുമിത്ര വന്നതും, എന്താ അമ്മ എന്താ ഇതിനു വേണ്ടി ആലോചിച്ച് കൂട്ടുന്നത്? ഒന്നുമില്ല സുമിത്രേ, ഞാൻ എൻ്റെ മോനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ശ്രീനിലയെ നമുക്ക് തിരികെ നേടി തന്നത്. അമ്മേ, അങ്ങനെ സിദ്ധു തന്നിട്ടുണ്ടെങ്കിൽ ഈ ശ്രീനിലയെ നഷ്ടപ്പെടുത്തിയതും സിദ്ധാർത്ഥ തന്നെയല്ലേ? അമ്മ എന്താ ആ കാര്യം ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സരസ്വതി അമ്മയുടെ മട്ടും ഭാവവും ഒക്കെ മാറി. ആഹാ, നിനക്കിപ്പം എൻ്റെ മോന്റെ ഔദാര്യത്തിലാണ് നീ ഇവിടെ ജീവിക്കുന്നത്. അതൊക്കെ നീ അങ്ങ് പെട്ടെന്ന് മറന്നുപോയോ സുമിത്രയെന്ന് ചോദിച്ച് സരസ്വതി അമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങിയതും നമ്മുടെ ശീതളും അതുപോലെ പൂജയും കൂടി അങ്ങ് വരികയാണ്. എൻ്റെ അച്ചമ്മയ്ക്ക് ഇതൊന്നും നിർത്താറായില്ലേ? എത്ര പ്രാവശ്യം അച്ചമ്മയോട് ഞങ്ങൾ പറയുന്നത്? അച്ചമ്മ കാരണമാണ് പൂജ വരെ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വന്നത് എന്നുള്ളൊരു സംഭവം അവിടെ നമ്മുടെ ശീതൾ എടുത്തിടുമ്പോഴത്തേക്കിനും സരസ്വതി അതീ പിടിച്ചങ്ങ് കയറുകയാണ്. അതെ, പൂജയെ ഇപ്പോഴും ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ പൂജ ഈ വീട്ടിൽ ആരെങ്കിലും ആണോ എന്നുള്ളൊരു ചോദ്യം വീണ്ടും സരസ്വതി അമ്മ ചോദിക്കാൻ തുടങ്ങി. സുമിത്ര ഇത് കേട്ടതും സുമിത്ര അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അതെ, നിങ്ങൾ എന്തുദ്ദേശിച്ചാ ഈ പൂജയുടെ നേരെ ഇങ്ങനെ ചാടി ചാടി ചെല്ലുന്നത്?
ഇപ്പം ഈ വീടും സ്ഥലവും ഒക്കെ എൻ്റെ പേരിലാണ് സിദ്ധാർത്ഥ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ വീടിന്റെ അധികാരി എന്നുള്ള രീതിയിൽ സുമിത്ര തന്റെ സർവ്വ അധികാരവും എടുത്ത് സരസ്വതി അമ്മയ്ക്കിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതാ കൊടുക്കേണ്ടത് കൊടുത്തപ്പോഴത്തേക്കിന് സരസ്വതി അമ്മയ്ക്ക് ആകെ മൊത്തം ഒരു സമാധാനമായി. എന്താ ചെയ്യുക അല്ലേ, ചില ആൾക്കാർ ഇങ്ങനെയാ ചോദിച്ചു മേടിച്ചോണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ പിന്നെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എൻ്റെ പൂജയെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാല് നിങ്ങൾ എൻ്റെ അമ്മായിയമ്മ ആയിരുന്നു എന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കുമെന്ന് പറയുക സുമിത്ര. പെട്ടെന്ന് തന്നെ പൂജയും അതുപോലെ നമ്മുടെ ശീതളും കൂടി സുമിത്രയെ സമാധാനിപ്പിച്ചു. അമ്മ ഇനിയൊരു വഴക്കൊന്നും വേണ്ട, അത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശീതളും സുമിത്രയെ അങ്ങ് വിളിച്ചോണ്ട് പോവാണ്. പിന്നീട് ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. അത് കഴിയുമ്പം നമ്മുടെ സ്വരമോളും അതുപോലെ ശീതളും കൂടിയുള്ള ആ ഒരു ബന്ധം അതങ്ങ് മുറുകി വരികയാണ്. എന്ത് കാര്യത്തിനും ഇതാ ഇപ്പം അനന്യയെ ആശ്രയിക്കാതെ സ്വരമോളാണെങ്കിലോ എനിക്ക് ശീതൾ ആൻറ്റി ചെയ്തു തന്നാ മതിയെന്നും പറഞ്ഞ് ശീതളിന് പിന്നാലെ നടക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ അനന്യയാണെങ്കിൽ കൊച്ചിനെ ഒരുക്കി സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സുമിത്ര ആണെങ്കിലോ അതെ അച്ചമ്മ കൊണ്ട് ആക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. അച്ചമ്മ അവിടുത്തെ മ്യൂസിക് ടീച്ചറായിട്ട് വീണ്ടും വാ അച്ചമ്മ വന്നാലേ ഒരു രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്വരമോളാണെങ്കിൽ തൻ്റെ സ്കൂളിലേക്ക് സുമിത്രയെ ക്ഷണിക്കുകയാണ്. ഏയ് അവിടുത്തെ ജോലിയൊന്നും എനിക്ക് ശരിയാവില്ല മോളെ, അച്ചമ്മ എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ശരിയാവാതെ ഇരിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്രയാണെങ്കിൽ ജോലി അന്വേഷണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് സ്കൂളിൽ നിന്നും വന്ന സ്വരമോളാണെങ്കിലോ ആൻറ്റി ശീതൾ ആൻറ്റി നമുക്കൊന്ന് പുറത്തു പോയാലോ, പുറത്ത് പോയി ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കഴിച്ചാലോ എന്ന് സ്വരം ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ സ്വരമോൾക്ക് ഒരു ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊടുക്കാന്ന് ശീതളും വിചാരിച്ചു. എന്നാ മോള് ആന്റിയുടെ കൂടെ ഇന്ന് പുറത്ത് വാട്ടോ എന്നും പറഞ്ഞ് ശീതള് നമ്മുടെ കൊച്ചിനെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. പക്ഷെ ആ പോക്ക് ഒന്നൊന്നര പോക്കായി പോയി. നമ്മുടെ സുമിത്രയാണെങ്കിലോ കുഞ്ഞ് എവിടെ പോയി എന്ന് അനന്യയോട് ചോദിക്കുമ്പം കുഞ്ഞ് ശീതളിനോടൊപ്പം പോയതാണമ്മേ, അവര് ഡ്രസ്സ് എന്തോ പർച്ചേസ് ചെയ്യാനാന്നും പറഞ്ഞ് പോയതാണെന്ന് പറഞ്ഞതും അല്ല എന്താ ഇത്രയും സമയമായിട്ട് കാണാത്തേന്ന് ചോദിക്കുമ്പം അറിയില്ല, ചിലപ്പോൾ അവരെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കടകളിലൊക്കെ കയറിയതായിരിക്കും, സ്വരമോളുടെ നിർബന്ധ ബുദ്ധി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞ് അനന്യ സുമിത്രയെ ആശ്വസിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ കാണിക്കുന്നത് സ്വരയെയും നമ്മുടെ ശീതളിനെയുമാണ്. രണ്ടുപേരും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു കടയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയം നമ്മുടെ സച്ചിനെ കാണുകയാണ്. അപ്പൊ ശീതള് സച്ചിനെ കണ്ടതും ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ പകച്ചു നിന്നു കേട്ടോ. സ്വരമോളാണെങ്കിൽ ആന്റി ഇത് നമ്മുടെ വീട്ടില് അന്ന് വന്ന ആളല്ലേ, ഇതാരാ ആന്റി എന്ന് ചോദിക്കുമ്പോൾ മോളെ അത് ആന്റിയുടെ ഭർത്താവാണെന്നുള്ള കാര്യം നമ്മുടെ ശീതളങ്ങ് പറഞ്ഞു. ആ ആന്റിയുടെ ഭർത്താവാണോ, ആഹാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വര അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിനാണെങ്കിൽ ഇതാ ശീതളിന്റെ അടുത്ത് എത്തി. ശീതളിന്റെ അടുത്ത് വന്നതും എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒന്നും ഞാൻ നിന്നോട് അടുക്കുന്നത് ഇഷ്ടമല്ല, നിന്റെ സ്വഭാവമൊക്കെ മാറ്റി നീ പഴയതുപോലെ വാ, ആ സമയത്ത് മാത്രമേ ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് ശീതള് തൻ്റെ തീരുമാനം അങ്ങ് അറിയിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ ശീതളിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശിയാണ്. അങ്ങനെ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ശീതളിന് അവനോടൊപ്പം പോവേണ്ടി വരികയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ അറിയരുതല്ലോ. ഇപ്പോഴാണെങ്കിൽ സ്വരമോളും തൻ്റെ കൂടെയുണ്ട്. സ്വരമോളെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. ശീതള് തൻ്റെ സ്വരമോളെയും കൂട്ടിയാണ് സച്ചിനോടൊപ്പം പോകുന്നത്. അവിടെ ചെന്ന പാടെ തന്നെ കൊച്ചിനെ ആണെങ്കിലോ കൊച്ചിന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ആ കൊച്ചിനെ അവിടെ ആ സെറ്റിയിൽ അങ്ങ് ഇരുത്തുകയാണ്. അതിനുശേഷം നമ്മുടെ ശീതളിന്റെ നേരെ സച്ചിനൊരു ഭ്രാന്തനെ പോലെ അങ്ങ് ചെല്ലുക. നീ ഇത്രയും കാലം എന്നെ വെട്ടിച്ച് നടന്നില്ലേ, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ശീതളെ, നീ എന്നോടൊപ്പം ഉണ്ടാവണം, നീ എൻ്റെ അടിമയെ പോലെ എന്നോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഒരു സൈക്കോ പെരുമാറുന്നത് പോലെ നമ്മുടെ സച്ചിനങ്ങ് പെരുമാറുകയാണ്. അപ്പൊ ഈ സമയം കൊച്ചി ഇതൊന്നും അറിയാതെ കൊച്ചവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ പോകേണ്ട സമയവും കഴിഞ്ഞു. ഈ പുറത്തു പോയ ശീതളിനെയും സ്വരമോളെയും കാണാഞ്ഞിട്ട് അനന്യാണെങ്കിലോ നമ്മുടെ അനിരുദ്ധിന്റെ അടുത്ത് വന്ന് പറയുക, അതെ സ്വരമോളെ കാണാനില്ല, സ്വരമോള് ശീതളുമായിട്ട് പുറത്തു പോയതാണ്, വിളിച്ചിട്ട് ശീതള് ഫോണും എടുക്കുന്നില്ല, എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് തൻ്റെ മകളെ കാണാത്ത ഒരു വേവലാതി അത് അനന്യ അനിരുദ്ധിനോട് പങ്കുവെക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ആഹാ അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇടിക്കുള്ള സാധ്യതയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം അനിരുദ്ധെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശീതളിന് എന്ത്
കാര്യം ഇരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവാൻ. അപ്പം ഈ ഒരു ഡയലോഗ് നമ്മുടെ അനിരുദ്ധിന് ദേഷ്യം വരികയാണ്. അനിരുദ്ധ് പറയുന്നുണ്ട്, നീ എന്ത് ബേസിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അവളുടെ ആന്റിയല്ലേ അവളെ കൊണ്ടുപോയത്. അവൾ കൊണ്ടുപോയെങ്കിൽ അവൾക്ക് തിരികെ കൊണ്ടുവരാനും അറിയാം. അതുകൊണ്ട് അനന്യ നീ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണമെന്നും പറഞ്ഞ് അനന്യയെ ശകാരിക്കുകയാണ് അനിരുദ്ധ്. അപ്പം നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഇവിടെയാണ് കയറി കളിക്കേണ്ടത്, ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞ് ശീതളിനെയും നമ്മുടെ അനന്യയും തമ്മിൽ തെറ്റിക്കാനായിട്ട് സരസ്വതി അമ്മ അവിടെ കച്ച കെട്ടുകയാണ്. നേരെ വന്നു സരസ്വതി, നേരെ വന്നിട്ട് നമ്മുടെ ശീതളിനെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ അനന്യയുടെ അടുത്ത് പറയുക. മോളെ, നിന്റെ മോളെ അവൾ അവളുടെ സ്വന്തം മോളെ പോലെ ഇപ്പൊ കാണുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനും ഏതിനും ഇപ്പം അനന്യയെക്കാട്ടിലും കൂടുതൽ സ്വരമോളെ ആശ്രയിക്കുന്നത് ശീതളിനെ തന്നെയാണ്. അതുകൊണ്ട് അച്ചമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, നീ എപ്പോഴും ചിന്തിക്കണം, നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് അവിടെ ഒരു പിടിപ്പിക്കൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അനന്യ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൾ നേരെ ഈ കാര്യങ്ങളൊക്കെ പോയി സുമിത്രയോട് പറയുക. ഇത്രയും സമയമായിട്ട് ശീതളിനെ കുറിച്ചും സ്വരമോളെ കുറിച്ചും ഒരു വിവരവും ഇല്ല, എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം അമ്മയെന്നും പറഞ്ഞ് അപ്പൊ സ്വരമോളെ കുറിച്ച് അന്വേഷിച്ചതാണല്ലോ നമ്മുടെ സുമിത്ര. അങ്ങനെ സുമിത്രയും അനിരുദ്ധും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ഇവരെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ സച്ചിൻ കൊണ്ടുപോയ കഥകളൊക്കെ സരസ്വതി അമ്മ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ സുമിത്ര ഓടുന്ന ഓട്ടം കണ്ടിട്ടും നമ്മുടെ അനിരുദ്ധ ഓടുന്ന ഓട്ടം കണ്ടിട്ടും സരസ്വതി അമ്മ ഒരക്ഷരം പോലും ഇവരോട് വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ എല്ലാവരും വിഷമിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയും പങ്കജിനെയും ഒക്കെയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ പൂജയെ തിരികെ ഈ വീട്ടിലെത്തിക്കണം, അതിനുവേണ്ടി ഞാൻ സരസ്വതി അമ്മയെ വിളിച്ചൊന്ന് ടൈപ്പ് ആക്കിയാലോ എന്ന് അരവിന്ദൻ ഇങ്ങനെ പറയുകയാണ്. അതെ, സരസ്വതി അമ്മയെ വിളിക്കുന്നതൊക്കെ കൊള്ളാം, തള്ളയാണെങ്കിൽ ഒരു ആക്രാന്ത പിടിച്ച തള്ളയാണ്. അവര് അത്യാവശ്യം സാധനങ്ങളൊക്കെ അങ്ങോട്ട് സമ്മാനങ്ങളും ഒക്കെ മേടിക്കാൻ നോക്കും. അതുകൊണ്ട് അതൊക്കെ നല്ലതുപോലെ കൊടുത്തെങ്കിൽ മാത്രമേ സരസ്വതി അമ്മ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ രഞ്ജിത രണ്ടും കൽപ്പിച്ചാണ് സുമിത്രയെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് രഞ്ജിത മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും പൂജയുടെ പിറന്നാൾ ദിവസം വരുന്നതിന് മുന്നേ പങ്കജിനെ തൻ്റെ പക്ഷത്താക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ലല്ലോ. അപ്പൊ പങ്കജ് തിരികെ നമ്മുടെ പൂജയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതൊക്കെ തന്നെയാണ് രഞ്ജിതയുടെ ഉദ്ദേശം. അതിനുവേണ്ടി പങ്കജിനോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് രഞ്ജിത. എങ്ങനെ എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും നിന്റെ ഈ ഒരു തന്ത്രത്തിൽ അവള് വീണിരിക്കണമെന്നുള്ള ഒരു അന്ത്യശാസനം കൊടുക്കുമ്പോൾ പങ്കജാണെങ്കിലോ മമ്മിയുടെ ഈ പ്ലാൻ എന്തായാലും ഏറ്റു, ഇത് ഞാൻ നടപ്പാക്കി തന്നിരിക്കും എന്നും പറഞ്ഞൊരു വാക്കും കൊടുത്ത് പങ്കജ് നേരെ പൂജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ പൂജയുടെ അടുത്ത് ചെന്ന പങ്കജാണെങ്കിലോ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പൂജ നീ തന്നെ തീരുമാനിക്ക്, നിന്റെ അമ്മ നിന്നെ അവിടെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിന്നെ എൻ്റെ അമ്മ നോക്കുന്നത് എത്ര പൊന്നുപോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല പൂജ, നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് എൻ്റെ മമ്മി സങ്കടത്തിൽ തന്നെ ആയിരുന്നു. എൻ്റെ മമ്മി ഇങ്ങനെ കരയുന്ന കാഴ്ച ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ മടങ്ങി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാന്നുള്ള കാര്യം പറയുമ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ വരാൻ പങ്കജ്. ഇനിയിപ്പം എന്തായാലും ഞാൻ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് സുമിത്രയോട് യാത്രയൊക്കെ പറഞ്ഞ് പങ്കജിനോടൊപ്പം പോവാൻ തയ്യാറാകുകയാണ് നമ്മുടെ പൂജ. അപ്പൊ രഞ്ജിതയുടെ മനസ്സിലിരിപ്പും രഞ്ജിതയുടെ കുതന്ത്രങ്ങളും എല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന ആളാണ് നമ്മുടെ സുമിത്ര പൂജയ്ക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും പൂജ ചില സമയത്ത് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തതുപോലെ തന്നെ പെരുമാറുകയാണ്. അപ്പം അങ്ങനെ അവളിതാ പങ്കജിനോടൊപ്പം പോവുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സ്വരമോളെ സരസ്വതി അമ്മ തന്നെ സച്ചിനെ കൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പം എന്താ ശീതളും അതുപോലെ തന്നെ നമ്മുടെ സ്വരമോളും തിരികെ വരുന്ന സമയത്ത് നീ ഇത്രയും സമയം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം സുമിത്ര ചോദിക്കുകയാണ്. അമ്മ ഒരു സംഭവം ഉണ്ടായി, സച്ചിനെ ഇന്ന് കണ്ടു, സച്ചിനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ശീതള് ഒരു മാപ്പപേക്ഷ പോലെ നമ്മുടെ സുമിത്രയുടെ കാൽക്കൽ വീണ് ഇങ്ങനെ പറയുമ്പോൾ മോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിനൊക്കെ ഒരു തീരുമാനം ആകുന്നത് വരെ അവന്റെ കൂടെ പോകരുതെന്ന്. അമ്മ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊക്കെ അമ്മ വിശ്വസിക്കണമെന്നും പറഞ്ഞ്
ശീതള് സുമിത്രയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഇനിയിപ്പം എന്തൊക്കെ വന്നാലും രഞ്ജിതയുടെ അടുത്ത തന്ത്രം എന്ന് പറയുന്നത് പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ പ്രതീക്ഷിനെ എങ്ങനെയെങ്കിലും സുമിത്രക്കെതിരെ തിരിക്കണം. അതിന് അനിരുദ്ധനും പ്രതീക്ഷിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള കാര്യങ്ങള് ഇതിനു മുന്നേ തന്നെ നമ്മുടെ രഞ്ജിത ചെയ്തു വെച്ചായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രഞ്ജിത ആ രീതിയിൽ കളിക്കാൻ തുടങ്ങുക. അപ്പം പെട്ടെന്ന് ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയാണ്. അപ്പം അനിരുദ്ധാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും പ്രതീഷിന് വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്തിട്ടും പ്രതീഷ് അതൊന്നും അംഗീകരിക്കാതെ ഇരിക്കുകയാണ്. തൻ്റെ അമ്മയും അച്ഛനും ഒന്നും പ്രതീഷിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഇത്രയും കാലം സത്യങ്ങളെല്ലാം മൂടി വെച്ചു. ഇനി അമ്മയോട് സത്യങ്ങൾ പറയണം. പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ തനിക്ക് തൻ്റെ കൂടപ്പറപ്പിനെ നഷ്ടപ്പെടും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അനിരുദ്ധ് സത്യങ്ങളൊക്കെ സുമിത്രയോട് തുറന്നു പറയാണ്. ഈ സത്യങ്ങളൊക്കെ കേട്ടു സുമിത്രയാണെങ്കിൽ പ്രതീഷിന്റെ ഭാര്യയെ കൊന്ന കേസിലാണ് ജയിലിലായത് എന്നുള്ള കാര്യം കേട്ടതും സകല നിയന്ത്രണങ്ങളും വിട്ടു സുമിത്ര പൊട്ടിക്കരയാണ്. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ മോനെ കാണണം. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അനിരുദ്ധ്. എന്തൊക്കെയോ ഇതിനിടയ്ക്ക് സംഭവിച്ചതാണ്. അവൻ അത്രമാത്രമാണ് അവന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ സുമിത്ര അനിരുദ്ധിനോട് സംസാരിക്കുക. അമ്മേ, അവനെതിരെ ആയിരുന്നമ്മേ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നത്. അവൻ കുറ്റം സമ്മതിക്കുകയൊക്കെ ചെയ്തു. ഇനി കുറച്ചു കാലം കൂടെ ജയിലിൽ കഴിയേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവന്റെ കാലാവധിയൊക്കെ കഴിയും. അവൻ തിരികെ വീട്ടിലേക്ക് വരും. അപ്പം ഈ ഒരു വാർത്ത അത് അമ്മയോട് പെട്ടെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചത് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ് ഇങ്ങനെ സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര പൊട്ടിക്കരയാണ്. തനിക്ക് എത്രയും പെട്ടെന്ന് തൻ്റെ പ്രതീഷിന്റെ അടുത്ത് എത്തണം, എനിക്ക് എൻ്റെ മോനെ കാണണമെന്നും പറഞ്ഞ് സുമിത്ര ബഹളം വെക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധ് ആണെങ്കിലോ, അമ്മ ഞാൻ നാളെ തന്നെ അമ്മയെ കൂട്ടി പ്രതീഷിന്റെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞ് അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ നമ്മുടെ പ്രതീഷിനെ തേടി ജയിലിലെത്തുകയാണ്. അപ്പൊ പ്രതീഷ് ആണെങ്കിലും അനിരുദ്ധാണ് വന്നതെങ്കിൽ തനിക്ക് കാണേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം പ്രതീഷിനെ കാണാൻ ഒരു ലേഡിയാണ് വന്നതെന്നുള്ള കാര്യം ജയിലൻ പറയുന്നതും പ്രതീഷ് വിചാരിക്കുന്നത് രഞ്ജിതയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ രഞ്ജിതയാണെങ്കിൽ തന്നെ പുറത്തിറക്കാനുള്ള എന്തേലും ഒരു കാര്യം ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ച് നേരാൻ കൂട്ടാക്കുകയാണ്. അപ്പൊ ദാ അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പ്രതീഷും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. രഞ്ജിതയാണ് എന്ന് വിചാരിച്ച് പ്രതീഷ് വന്നപ്പോ കാണുന്ന കാഴ്ച തൻ്റെ അമ്മയെയാണ്. മരിച്ചുപോയി എന്ന് പറയുന്ന തൻ്റെ അമ്മ ദാ ജീവനോട് കൂടി നിൽക്കുമ്പോൾ പ്രതീഷിന്റെ കണ്ണും മനസ്സും ഒക്കെ നിറയാണ്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പ്രതീഷും അതുപോലെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സുമിത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ വരുന്ന ഒരാഴ്ചയിലെ നമ്മുടെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്